عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഏറ്റവും ബഹുമാന്യരും ആദരണീയരുമായ പൈതൃകം മീഡിയ ശ്രോതാക്കളെ, സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തപ്പെട്ട അടിയാറുകളിൽ നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്ര നാൾവഴികളിലൂടെയുള്ള നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ 34ാമത്തെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. ഇതുവരെയും നമ്മൾ രാത്രിയായിരുന്നു സംസാരിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി സംസാരിക്കാൻ തുടങ്ങിയെങ്കിലും കരണ്ടിൻ്റെയും മറ്റുമൊക്കെ പ്രശ്നം, പുറത്ത് നല്ല മഴയും, ഇപ്പോഴും മഴ ഉണ്ട്, അങ്ങനെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ 34ാമത്തെ പ്രസംഗം ഇപ്പോൾ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് പിന്നെ സൗകര്യം പോലെ എല്ലാ സമയത്തും കേൾക്കാനുള്ള അവസരം ഉണ്ടായതുകൊണ്ട് സമയം ഒരു പ്രശ്നമല്ല. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 22ാം വാർഷിക സമ്മേളനമാണ് നമ്മൾ കഴിഞ്ഞ 33ാം എപ്പിസോഡിൽ പറഞ്ഞത്. 1963 ഡിസംബർ 27, 28, 29 തീയതികളിലായിരുന്നു 22ാം വാർഷികവും വിദ്യാഭ്യാസ ബോർഡിൻ്റെ 2ാം വാർഷിക സമ്മേളനവും കാസർഗോഡ് ചേർന്നത്. പിന്നീട് സംസ്ഥാന സമ്മേളനം നീണ്ട വർഷം എന്ന് പറഞ്ഞാൽ 63-ന് ശേഷം കുറേ വർഷം സംസ്ഥാന അടിസ്ഥാനത്തിൽ വാർഷിക സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തിയിട്ടില്ല. ഒന്നുകൂടി ഡേറ്റ് പറയാം. 1963 ഡിസംബർ മാസം 27, 28, 29 തീയതികളിൽ കാസർഗോഡ് നടന്ന 22ാം സംസ്ഥാന സമ്മേളനത്തിനു ശേഷം പിന്നെ നീണ്ട കാലം സംസ്ഥാന അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പൊതുസമ്മേളനം നടത്തിയിരുന്നില്ല. കാരണം എന്താ? അപ്പോഴേക്ക് വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ SYSൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സജീവമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമ്മേളനം നടത്തുന്നതിന് എന്തിനാണ്? പദ്ധതികൾ ആവിഷ്കരിക്കാനാണ്, അല്ലാതെ കൂടിപ്പിരിയാനല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു സമ്മേളനം നിശ്ചയിച്ചാൽ തലേന്ന് തന്നെ ആലിമീങ്ങൾ വന്ന് അവർ മുശാവറ കൂടി, ആ മുശാവറ എടുക്കുന്ന തീരുമാനം കൂടിയാണ് പൊതുസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുക. വല്ലാത്ത സംഘടനാ പാഠവും മികവുമാണ് നമ്മുടെ പഴയകാല നേതൃത്വം പ്രകടിപ്പിച്ചത്. ഒരു സമ്മേളനം നിശ്ചയിക്കാൻ ഒരു മുശാവറ തീരുമാനിക്കുന്നു. ആ മുശാവറ അതിന് സ്വാഗത സംഘം രൂപീകരിക്കാൻ വേണ്ടി കൺവെൻഷൻ വിളിക്കുമ്പോൾ അന്നും അവർ മുശാവറ കൂടുന്നു. സമ്മേളനത്തിൻ്റെ പ്രോഗ്രാം കമ്മിറ്റിയൊക്കെ ഉണ്ടെങ്കിലും മുശാവറ ചേർന്നുകൊണ്ട് അന്തിമ രൂപപ്പെടുത്തുന്നു. അങ്ങനെ ഓരോ സമ്മേളനങ്ങളിലായി നിരവധി പദ്ധതികൾ അവർ നടപ്പാക്കി. ഒരു സമ്മേളനത്തിൻ്റെ സംഭാവനയാണ് വിദ്യാഭ്യാസ ബോർഡ്, മറ്റൊരു സമ്മേളന സംഭാവനയാണ് അൽ ബയാൻ പത്രം, വേറൊരു സമ്മേളനത്തിന് സംഭാവനയാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം, മറ്റൊരു സമ്മേളന സംഭാവനയാണ് വിദ്യാഭ്യാസ ബോർഡിന് സ്ഥലം വാങ്ങൽ, ഓഫീസ് ഉണ്ടാക്കൽ, അതിൻ്റെ ഉദ്ഘാടനം ചെയ്യൽ. അപ്പോൾ 63 ഡിസംബർ 27, 28, 29 സമ്മേളനം കാസർഗോഡ് ചേരുമ്പോഴും മുശാവറ അതിൻ്റെ ആദ്യത്തിലും അവസാനത്തിലും ചേരുന്നുണ്ട്. അങ്ങനെ ഒരു മുശാവറ തീരുമാനപ്രകാരമാണ് സമസ്തക്ക് കൊടി നിർണയിച്ചത്.
അപ്പൊ 63-ന് 22-ാം സമ്മേളനത്തോടു കൂടെ സംഘടനാ രംഗം സജീവമായി, ചെറുപ്പക്കാര് സജീവമായി, വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനം തുടങ്ങാന്ന് പറഞ്ഞ നാടുകളിലൊക്കെ പണിയായില്ലേ. മദ്രസക്ക് സ്ഥലം കണ്ടെത്തണം, ബിൽഡിംഗ് ഉണ്ടാക്കണം, ഉസ്താദന്മാരെ നിയമിക്കണം, ശമ്പളം കൊടുക്കണം, പെടാ ജോലി തന്നെയല്ലേ. അപ്പോൾ ഒരു നീണ്ട കാലം സമ്മേളനം നടത്തിയിട്ടില്ല. ഏത് സമ്മേളനം? സംസ്ഥാനാടിസ്ഥാനത്തിൽ. അതേ സമയത്ത് പ്രാദേശികമായ ജില്ലാടിസ്ഥാനത്തിലും ടൗണുകൾ കേന്ദ്രീകരിച്ച് സമ്മേളനം നടത്തിയിട്ടുണ്ട്. എന്നാൽ 1963 ഡിസംബർ 27, 28, 29 തീയതികളിലെ 22-ാം വാർഷിക സമ്മേളന ശേഷം പിന്നീട് 23-ാം സമ്മേളനം നടത്തുന്നത് 972 മെയ് 5, 6 തീയതികളിലാണ്. മെയ് 5, 6, 7 തീയതികൾ. അത് നമ്മുടെ തിരുനാവായയിലാണ് ആ സമ്മേളനം നടത്തുന്നത്. അതിലേക്ക് നമുക്ക് വരാം. ആ സമ്മേളനത്തിൻ്റെ പ്രിന്റ് ചെയ്ത റിപ്പോർട്ട് ലഭ്യമാണ്. അതിൽ പറയുന്നുണ്ട്, 1963 ഡിസംബർ 27, 28, 29 തീയതികളിൽ കാസർഗോഡ് ചേർന്ന വാർഷികത്തിനു ശേഷം 972 വരെയുള്ള, നമുക്ക് നോക്കാം, 63, അപ്പൊ 64, 65, 66, 67, 68, 69, 70, 71, 72, 9 വർഷം. 9 വർഷം തികച്ചുണ്ടാവില്ല, 8 വർഷം ഉണ്ടാവുള്ളൂ. ഈ 8 വർഷത്തിന്റെ ഇടയിൽ 45 മുഷാവറയും 4 ജനറൽ ബോഡി യോഗവും, അതുപോലെ കോഴിക്കോട് കുറ്റിച്ചിറയിൽ വമ്പിച്ച പൊതുസമ്മേളനവും ഈ കാലയളവിൽ നടന്നിട്ടുണ്ട്. സംസ്ഥാന സമ്മേളനം അല്ലാതെ മാത്രം. അത് വെറുതെ നിന്നിട്ടല്ല. 45 മുഷാവറ ചേർന്നു, 4 ജനറൽ ബോഡി ചേർന്നു, കുറ്റിച്ചിറയിൽ അനിവാര്യമായ ഘട്ടത്തിൽ പൊതുസമ്മേളനം നടത്തി. എന്നാൽ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള 23-ാം സമ്മേളനം 72 മെയ് 5, 6, 7 തീയതികളിലാണ് നടന്നത്. 63 മുതൽ 72 വരെയുള്ള ജനറൽ ബോഡിയിലും അതുപോലെ തന്നെ 45 മുഷാവറ യോഗങ്ങളിലും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ധാരാളം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഒന്ന്, സമസ്തയുടെ ശ്രദ്ധേയനായ നേതാവ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ ബാരി ഉസ്താദിന്റെ വഫാത്തിനു ശേഷം 5/3/63 ചേർന്ന മുഷാവറ യോഗത്തിൽ വെച്ച് അതുവരെ വൈസ് പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ KK സദഖത്തുള്ള ഉസ്താദിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. അത് 5/3/66 അഥവാ കാസർഗോഡ് സമ്മേളനം നടത്തിയ ശേഷമാണ്. അബ്ദുൽ ബാരി ഉസ്താദ് വഫാത്തായപ്പോൾ അതുവരെ വൈസ് പ്രസിഡന്റായിരുന്ന KK സദഖത്തുള്ള ഉസ്താദിനെ പ്രസിഡന്റാക്കി നിയമിക്കുന്നത് 5/3/66 ചേർന്ന സമസ്ത മുഷാവറയാണ്. 5/6/67 വരെ അദ്ദേഹം പ്രസിഡന്റായി. ഒരു വർഷമേ ഉള്ളൂ. 5/3/66 മുഷാവറ പ്രസിഡന്റാക്കി 5/6/67 വരെ അദ്ദേഹം പ്രസിഡന്റായി തുടർന്നു. പിന്നെ ചേർന്ന ജനറൽ ബോഡി യോഗം, ആ ജനറൽ ബോഡി യോഗത്തിലേക്ക് അദ്ദേഹം രാജിക്കത്ത് കൊടുത്തേക്കാണ് ഉണ്ടായത്. 25/5/67 ചേർന്ന മുഷാവറ അദ്ദേഹത്തിന്റെ രാജിക്കത്ത് സ്വീകരിച്ചു. 5/6/67 വരെ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അതിനുശേഷം രാജിവെച്ചു. 25/5/67 മുഷാവറ ചേർന്നിട്ട് ആ മുഷാവറയാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെ സമസ്തയുടെ പ്രസിഡന്റ് ആക്കിയത്. ആ ഡേറ്റൊക്കെ ഒന്ന് ഓർമ്മിക്കണ നല്ലതാണ്. 5/3/66 മുഷാവറ KK സദഖത്തുള്ള ഉസ്താദിനെ പ്രസിഡന്റ് ആക്കുന്നത്. 5/6/67 അദ്ദേഹം രാജിവെക്കുന്നു. 25/5/67 പകരം പ്രസിഡന്റായി കണ്ണിയത്ത് ഉസ്താദിനെ നിയമിക്കുന്നു. സദഖത്തുള്ള ഉസ്താദിന്റെ രാജി എന്താണ്? രാജിക്ക് പറയപ്പെട്ട കാരണം ഖുതുബക്കും ബാങ്കിനും ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാൻ അദ്ദേഹം ഇല്ലാത്ത മുഷാവറ അനുമതി നൽകിയെന്നാണ്. അത് കോഴിക്കോട് ഒരു പള്ളി കമ്മിറ്റിയുടെ കത്ത്, ഞങ്ങളുടെ പള്ളിയിൽ 2 തട്ടുണ്ട്, സ്വാഭാവികമായി മൈക്കിൽ ഖുതുബ ഓതാത്തത് കൊണ്ട്
മുകൾ ഭാഗത്തേക്ക് കേൾക്കുന്നില്ല. സ്വാഭാവികമായ കുട്ടികൾ വർത്താനം മറ്റും പറയും. അപ്പം അതൊന്ന് നിർത്തിയൊരു നടത്താൻ വേണ്ടി ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചുകൂടെ എന്നായിരുന്നു സമസ്തയോട് ചോദിച്ചിരുന്നത്. സമസ്ത അതിനെപ്പറ്റി കാരണം എന്താ, ഇല്ലാത്തൊരു സംഗതി തുടങ്ങലല്ലേ. അപ്പം ആനിമീങ്ങളെ വീക്ഷണങ്ങളൊക്കെ അറിയണം. കുറച്ചൊരു നീണ്ടുപോയി. അപ്പോഴേക്ക് ഇതേ ആവശ്യങ്ങൾ പല പള്ളികളിലും വന്നു. സ്വാഭാവികമായും അദ്ദേഹം ഇല്ലാത്ത ഒരു മുശാവറയിലാണ് ചർച്ച രൂക്ഷമായി. അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ അതിനൊരു തീരുമാനം എടുക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അധ്യക്ഷൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരാണ്, വൈസ് പ്രസിഡന്റാണല്ലോ അന്ന്. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ആനിമീങ്ങൾ അതിനെപ്പറ്റി കൂലങ്കഷമായി ചിന്തിച്ചു. നേരത്തെ ഈ കത്ത് കിട്ടിയിട്ട് കുറച്ചു കാലമായിരുന്നു. അന്നേ ആനിമീങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്, തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. പക്ഷെ അതൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ആവശ്യമുള്ളയിടത്ത് അത് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ് എന്നൊരു മറുപടി അവർക്ക് കൊടുത്തു. ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദ് ഇല്ലാത്ത മുശാവറയാണല്ലോ. അപ്പോൾ സമസ്ത അങ്ങനെ ഇപ്പോൾ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാം എന്ന് സമസ്തയുടെ ഒരു തീരുമാനം വന്ന ഭയങ്കര വാർത്തയ്ക്കാരല്ലോ അത് പത്രങ്ങൾക്ക്. കാരണം എന്താ, ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ പാടില്ലാത്ത വിഷയമൊന്നും അതിന് മുമ്പും ഇവിടെ ചർച്ചയൊന്നുമില്ല. ആ സാധനം ഉണ്ടായിരുന്നില്ല. പിന്നെ ആ സാധനം ഇങ്ങനെ കുറേശ്ശെ ഒന്നും അങ്ങനെ പ്രസംഗത്തിനൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ കുത്തുബക്ക് പറ്റുമോ? കുത്തുബക്ക് എവിടെയും ഉപയോഗിക്കാറില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഉപയോഗിക്കാത്ത പള്ളികളിൽ ആളുകൾ ശരിക്കും ശ്രദ്ധിച്ചാൽ കുത്തുബ കേൾക്കാൻ കഴിയണില്ലേ എന്നൊക്കെ ഉണ്ടാക്കുന്ന ഈ ചെറിയ ചെറിയ പള്ളി. ഇപ്പം ഒരു നാട്ടിൽ തന്നെ എത്രയോ പള്ളികളുണ്ട് അല്ലേ. ജുമാഅത്ത് പള്ളികൾ തന്നെ 3 പള്ളികളുണ്ട് ഇപ്പോൾ. അപ്പോൾ ഓരോ പള്ളികളിലും ഒരു ശബ്ദമുള്ള ഒരാൾ കുത്തുബ ഓതിയാൽ കേൾക്കാവുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പം എന്തുള്ളൂ, മിക്ക പള്ളികളിലുള്ളൂ. അപ്പം അവിടെ ഒന്നും വാശി പിടിച്ച് സ്പീക്കർ വെക്കണമെന്നൊന്നും ആർക്കും നിർബന്ധമൊന്നുമില്ല. ഇത് ചോദ്യം തന്നെ എത്രയേ ഉള്ളൂ, ഞങ്ങളുടെ പള്ളിയിൽ മുകൾ ഭാഗത്തുള്ള ആളുകൾക്ക് കുത്തുബ കേൾക്കാത്തത് കൊണ്ട് പ്രയാസമുണ്ട്, കേൾപ്പിച്ചുകൂടെ എന്നുള്ളൂ. അത് കേൾപ്പിക്കാമെന്നാണ് സമസ്ത തീരുമാനിച്ചത്. അപ്പം സദഖത്തുൽ ഉസ്താദ് ഇല്ലാത്ത ഒരു മീറ്റിങ്ങിൻ്റെ തീരുമാനം സമസ്ത തീരുമാനിച്ചു എന്ന് പത്രങ്ങളിൽ കൊടുത്തപ്പോൾ ഇന്നിപ്പോൾ കണ്ടില്ലേ, ഇന്നിപ്പോൾ ടെലിവിഷനൊക്കെ ഓരോ ആൾക്കാർ എന്തെങ്കിലും ഒരു ചങ്ങായി എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോഴേക്ക് സമസ്ത എന്ന് പറയുന്നേക്കാം. സമസ്ത അതിന് സംബന്ധമായ യോഗം പോലും ചേർന്നിട്ടുണ്ടാവില്ല. അതിപ്പോൾ ടെലിവിഷനുകളുടെ എണ്ണം കൂടി, വാർത്താ ദാരിദ്ര്യം ധാരാളം ഉണ്ടായി. കാരണം 24 മണിക്കൂർ തുറന്നു വെച്ചിട്ട് എന്തെങ്കിലും കിട്ടണ്ടേ. അപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയുമ്പോൾ ഓടി തന്നെയാണ്. അതുകൊണ്ടാണ് വളരെ ചെറിയ ആളുകൾ പോലും, ഒരു സമൂഹത്തിലോ സ്വന്തം പരിയിൽ പോലും ഒരു അഭിപ്രായം ഇല്ലാത്ത ആളുകൾ വരെ എന്തെങ്കിലും വർത്താനം പറഞ്ഞാൽ ടെലിവിഷൻ ചാനലുകൾ ഭയങ്കര സംഭവമായിട്ട് ആലം ദുന്യാവ് പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടില്ല നിങ്ങൾ. ആലം ദുന്യാവ് പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞ വായിച്ചു നോക്കിയാൽ കേട്ടു നോക്കിയാത്തേ ഉണ്ടാവുള്ളൂ. ആലം ദുന്യാവിൽ ഒരു കൊതുകിൻ്റെ കഷ്ണാണ് പറഞ്ഞത്. പക്ഷെ മൂപ്പർക്കും ആലം ദുന്യാവിൽ വലുപ്പം കിട്ടുകയാണ്. അതൊക്കെ ഈ വാർത്താ ദാരിദ്ര്യങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ സമയദൈർഘ്യം കൊണ്ടും ഇത് ഒപ്പിക്കണ്ടേ. തുറന്നു വെച്ചാൽ അത് പൂട്ടാൻ പറ്റൂലല്ലോ. 24 മണിക്കൂർ കൊണ്ട് ഇത് 24 മണിക്കൂർ പിന്നെ റിപ്പീറ്റ് ചെയ്യാണ്. അല്ലാതെ 24 മണിക്കൂർ ഇത് പൂട്ടണില്ല. 24 മണിക്കൂർ കൊണ്ട് പൂട്ടുക എന്നല്ല ഞാൻ പറഞ്ഞത്, കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വാർത്ത വേണം. അപ്പം അന്നും അങ്ങനെ തന്നെ പത്രങ്ങൾക്ക് എന്തെങ്കിലും അച്ചടി പത്രങ്ങളല്ലോ അന്നുള്ളൂ. അപ്പോൾ സമസ്ത എന്തോ ഒരു ഭയങ്കര സംഭവം തീരുമാനിച്ചു എന്നൊക്കെ വന്നപ്പോൾ സദഖത്തുൽ ഉസ്താദിനോടും പത്രക്കാർ ചോദിക്കുമല്ലോ, എന്താണിപ്പോൾ ഇങ്ങനെ സമസ്ത തീരുമാനിക്കാൻ. കാരണം സമസ്ത അങ്ങനെ തീരുമാനിച്ചില്ല, ഞാൻ ആ യോഗത്തിന് പോയിട്ടില്ല എന്ന് പറഞ്ഞു. പിറ്റേ മുശാവറയിൽ അദ്ദേഹം വന്നു. പിറ്റേ മുശാവറയിൽ അദ്ദേഹം ചെയ്തു, സമസ്തൻ്റെ ആലിമ്യങ്ങളെല്ലാം കൂടി ആൾ വന്നിട്ട് അങ്ങനെ സമസ്ത തീരുമാനിച്ചിട്ടില്ല എന്നെങ്ങനെ പറയാം. ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് കോറം കഴിഞ്ഞാൽ മതി, എല്ലാവർക്കും കൂടി എല്ലാ മീറ്റിങ്ങിനും പങ്കെടുക്കാൻ കഴിയുമോ. അപ്പം അതുകൊണ്ട് എല്ലാവരും ആലിമ്യങ്ങൾ തന്നെയല്ലേ. ചെറിയ ചെറിയ വിഷയ വ്യത്യാസങ്ങളുണ്ടാവും. അതൊക്കെ ചർച്ചയിലൂടെ ഏറ്റവും മഹത്തമതായ വിഷയം വന്നാൽ അതെല്ലാവരും അംഗീകരിക്കുകയും ചെയ്യും. അപ്പം അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ സമസ്തയുടെ ഞാനല്ലാത്ത വിലമാക്കളുടെ തീരുമാനം ആണത്. എനിക്കത് ബാധകമല്ല. അതിലാണ് അദ്ദേഹം ഉറച്ചു ചെയ്യുന്നത്. അതേസമയത്ത് മറ്റാലിമ്യങ്ങളുടെ തീരുമാനമൊന്നും സമസ്തൻ്റെ അല്ല എന്ന് പറയാനും ഞാനില്ല. അങ്ങനെയാണ് മഹാനവറുകൾ പിന്നെ പിറ്റത്തെ മുശാവറയുടെ മുമ്പ് രാജി നൽകിയതും. അങ്ങനെ 25/5/67 ചേർന്ന മുശാവറ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഐക്യകണ്ഠേന പ്രസിഡന്റായി ചുമതലപ്പെടുത്തുകയും ചെയ്തത്.
പിന്നെ അതിൻ്റെ പേരിൽ വേറെ പല സംഗതികളുണ്ട്. പൊതുവെ ഒരു സംഘടനയാകുമ്പം ഒരു കുടുംബ സംവിധാനം ആകുകയാണെങ്കിൽ വരെ എല്ലാവർക്കും ഒരേ അഭിപ്രായമാകണമെന്നില്ല. പിന്നെ അത് ഒരു മികച്ച ഒരു അഭിപ്രായ പ്രകാരം വരുമ്പോൾ അത് കമ്മിറ്റികൾക്ക് അങ്ങനെ തന്നെയല്ലേ. മതപരമായ വിഷയങ്ങളിലുള്ള അടിസ്ഥാന വിഷയങ്ങളൊന്നും അല്ല പ്രശ്നങ്ങൾ. നമ്മളെ അഖീദയിലോ ആചാരങ്ങളിലോ ഈ 4 സുന്നി സംഘടനകളുമായിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ഇല്ല. സംഘടനാപരമായ ചില വിഷയങ്ങളും കാര്യങ്ങളുമാണ്. ഏതായാലും നീട്ടി സംസാരിക്കണില്ല. അതുപോലെ ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങളെ മുഷാവറ മെമ്പറാക്കുന്ന ഒരു ചർച്ച വന്നപ്പോഴും സദഖത്തുൽ ഉസ്താനെ പോലുള്ള ആളുകൾക്ക് അത് വേണമെന്ന് അഭിപ്രായം ഉണ്ടായിരുന്നത്ര. കാരണം ഇതൊരു ആനിമീങ്ങളെ സംഘടനയാണ്. അത് ഏതെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരാളെ മെമ്പറാക്കിയാൽ പിന്നെ അതിന് പ്രയോറിറ്റിയും സ്റ്റാറ്റസ്കോ ഒക്കെ വരും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മുമ്പ് അങ്ങനെയായിരുന്നില്ലേ എന്ന് പറയും. ബാബയ്ക്ക് തങ്ങൾ വലിയ ആനിമല്ലെങ്കിലും തങ്ങളെ കൊണ്ട് കുഴപ്പങ്ങളില്ല. തങ്ങൾ ആനിമീങ്ങൾക്ക് വിധേയമായി എപ്പോഴും നിൽക്കും. ആനിമീങ്ങളെ മുന്നിൽ നിൽക്കും. ആനിമീങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒപ്പം നിന്ന് പറയും. ആർക്കും ബാപ്പയ്ക്ക് തങ്ങളെ പറ്റിയ പല വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ എന്ത് വരുന്നതിനൊക്കെ കീഴ്വഴക്കം വരും. കീഴ്വഴക്കം വരിക എന്നാൽ ഇപ്പം എല്ലാ സംഗതിയിലും ഇപ്പം നിങ്ങൾ നോക്കൂ, നമ്മൾ പഴയ കാലം പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് പഴയ കാലത്തിലുള്ള നേതാക്കന്മാരെയും ഇപ്പോഴത്തെ നേതാക്കന്മാരെയും ഫോട്ടോ നോക്കിയാൽ എത്ര വ്യത്യാസം. ഇപ്പം നമുക്കറിയാം ചില സ്ഥലങ്ങളിലൊക്കെ. ഇപ്പം എൻ്റെ വടശ്ശേരിയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് തിരിയുന്നിടത്തൊരു ബസ് വെയിറ്റിംഗ് ഷെഡുണ്ട്. ആ ബസ് ആ ഷെഡ് ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടി അവരെ കഴിഞ്ഞ കാല 6 നേതാക്കന്മാരെ ഫോട്ടോ അതിൽ വെച്ചിട്ടുണ്ട്. ബസ്സിന് കാത്തിക്കാൻ ഇപ്പം ഈ ഫോട്ടോൻ്റെ ആവശ്യമൊന്നുമില്ല. ചിലത് മഴ കൊണ്ട് ഇങ്ങനെ ഇടങ്ങാറാകുകയാണ് ആ ഫോട്ടോകൾ. അതൊക്കെ ഒരു ഇഷ്യൂ ആണ്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അതിൽ ഫസ്റ്റ് തന്നെ നോക്കിയാൽ കാണുന്ന ഫോട്ടോ കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും കായിദുൽ ഖൗം സയ്യിദ് അബ്ദുൾ റഹ്മാൻ ബാഫക്കി തങ്ങളുമാണ്. തൊട്ടിപ്പുറത്തെ സെൻറ്ററിലെ ഫോട്ടോ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുമാണ്. തൊട്ടപ്പുറത്തെ ഫോട്ടോ ഇന്നത്തെ 2 നേതാക്കന്മാരുടെ ഫോട്ടോ. എങ്ങനെ ഉണ്ടാവും നിങ്ങളുടെ അഭിപ്രായത്തിൻ്റെ വ്യത്യാസം? കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും കായിദുൽ ഖൗം സയ്യിദ് അബ്ദുൾ റഹ്മാൻ ബാഫക്കി തങ്ങളുടെ ഈ ഫോട്ടോ കണ്ടാൽ ഓ അൽഹംദുലില്ലാഹ്, ഇസ്ലാമികമായ എല്ലാ ഷിആറുകളും എന്തായിരിക്കും അതിങ്ങനെ കാണാനുള്ള ഒരു സൗന്ദര്യം, ഒരു സന്തോഷം. ആ താടി കണ്ടാൽ, ആ തലപ്പാവ് കണ്ടാൽ അല്ലേ, അതെത്ര സൗന്ദര്യമാണ്. എന്നാൽ ആ ക്വാളിറ്റി ഉണ്ടോ പിന്നെയുള്ള നേതാക്കന്മാർ? അത് അവരിൽ മാത്രമല്ല എല്ലാ മേഖലയിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അന്ന് ബാബയ്ക്ക് തങ്ങൾ ആനിമല്ലെങ്കിലും ഓക്കെയാണ് ആള്. പക്ഷേ ഞങ്ങളെ പാർട്ടി പ്രസിഡന്റ് നേരത്തെ മുഷാവറ മെമ്പറായിരുന്നപ്പോൾ ഇപ്പോഴും പാർട്ടി പ്രസിഡന്റിനെ മുഷാവറ മെമ്പറാക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് യോജിക്കണമെന്നില്ല എന്നുള്ള അഭിപ്രായമൊക്കെ ആനിമീങ്ങൾക്ക് ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ ആനിമീങ്ങൾ എന്താ ചെയ്തത്? അതിനെപ്പറ്റി ഒരു സമിതി നിശ്ചയിച്ചു. ആ സമിതി അതിനെപ്പറ്റി കൂലങ്കഷമായി ചർച്ച നടത്തിയിട്ട് ഒരു തീരുമാനമെടുത്തു. എന്തുകൊണ്ടാണ് ബാഫയ്ക്ക് തങ്ങളെ മുഷാവറ മെമ്പറാക്കണമെന്ന് പറയുന്നത്? ഒന്ന്, അദ്ദേഹം പക്വമായി കാര്യങ്ങൾ വിലയിരുത്തും. നേതൃപരമായി വലിയ ഗുണങ്ങളുണ്ട്. മാത്രമല്ല ഉലമാവ് ഉമറാവ്, ഇതാണല്ലോ ഇസ്ലാമിൻ്റെ 2 തൂണ്. സയ്യിദന്മാർ മുത്തുനബിയുടെ കുട്ടികൾ നിലയ്ക്ക് അവർക്ക് വലിയ മഹത്വമുണ്ട്. അവർ ആനിമീങ്ങളായാലോ അതിൻ്റെ മഹത്വത്തിൽ പിന്നെ കയ്യും കണക്കുമില്ല. അപ്പം ആ നിലയ്ക്ക് എല്ലാ നിലക്ക് നോക്കുമ്പോൾ ബാഫക്കി തങ്ങളെ പറ്റി അത് പിന്നെ ജനകീയ അടിത്തറയുള്ള ജനകീയ അംഗീകാരമുള്ള, നേരത്തെ തന്നെ ബാഫക്കി തങ്ങൾ ലീഗ് ആകുന്നതിന് മുമ്പ് തന്നെ വലിയ അംഗീകാരമുള്ള ആളാണല്ലോ. അതുകൊണ്ടാണല്ലോ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പം ബാഫക്കി തങ്ങളാണ് ഒപ്പം നിന്നത്. അതേസമയത്ത് മറ്റ് ഏകദേശം എല്ലാ കക്ഷികളും ഒന്നിച്ചൊരു സ്ഥാനാർത്ഥി നിർത്തിയുള്ളൂ. പക്ഷെ ബാഫക്കി തങ്ങളെ സ്ഥാനം ജയിച്ചു. അപ്പോൾ ബാഫക്കി തങ്ങൾ ലീഗ് ആയതുകൊണ്ട് ജനകീയ അംഗീകാരം ഉണ്ടായ ആളല്ല. നേരത്തെ ജനകീയ അടിത്തറുണ്ട്. അപ്പം ലീഗും കൂടി ആയപ്പോൾ പിന്നെ കൂടുതൽ അതിനെന്തുണ്ട്, ഒരു മുസ്ലിം പെരുമയും അംഗീകാരമൊക്കെ ഉണ്ട്. അതുമായി സ്വാഭാവികമായും ഒരു നേതൃത്വമാണ് അദ്ദേഹം. അപ്പം അങ്ങനെയുള്ള സയ്യിദന്മാരെ എക്കാലത്തുണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ മുഷാവറയിൽ 4 സയ്യിദന്മാരെ മെമ്പർമാരാക്കാവുന്നതാണ്. പക്ഷേ നിബന്ധന ഉണ്ട്, അവർക്ക് വോട്ടിംഗ് അവകാശം കൊടുക്കാൻ പാടില്ല. സമസ്ത മുഷാവറയിൽ ഇപ്പം എന്തിനാ വോട്ട് ചെയ്യാം?
അത് മസ്അല പ്രശ്നത്തിലാണ്. അതായത് മസ്അലക്ക് ഒന്ന് തന്നെ ചില വ്യത്യാസങ്ങളുണ്ടോ, അഭിപ്രായങ്ങളുണ്ടോ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒളു ചെയ്യണ്ടെന്ന് ഏതെങ്കിലും ഇമാമിയങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? എല്ലാ ഇമാമിയങ്ങൾക്കും ഒളു വേണം, അപ്പോഴേ നിസ്കാരം ശരിയാവുള്ളൂ. പക്ഷെ ചില കാര്യങ്ങൾ, അതിൽ മുൻകൈ കൈകൾ സുന്നത്ത്, വായിൽ വെള്ളം കൊപ്പിടിക്കലും മൂക്കിൽ വെള്ളം കാര്യം ചീറ്റലും സുന്നത്ത്, അതുപോലെ ഇങ്ങനെ പല വിഷയങ്ങളൊന്നും ഇതൊന്നും അടിസ്ഥാനപരമായ ഒളുവിൻ്റെ ഒരു കാര്യത്തിലൊന്നില്ല ഇമാമിങ്ങൾ നമ്മളെ ഇപ്രാത്യസുണ്ട്. ഇപ്രാത്യം എന്താണ്? തല മുഴുവൻ തടവണോ, അതുപോലെ തന്നെ അതോ തല അല്പം തടങ്ങിയ അതിൻ്റെ പിന്നെ മുഖ്യമായ ഭാഗം തടവിയാൽ മതിയോ? ഇങ്ങനെയൊക്കെയല്ലേ ഇപ്പം പ്രശ്നം. നിസ്കരിക്കണ്ടെന്ന് ഏതെങ്കിലും ഇമാമിയങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അല്ല, അതിലിപ്പോൾ സുബഹി നിസ്കാരത്തിന് കുനൂത്ത് ഓതണോ ഓതണ്ടേ, ഇങ്ങനെ ഇതൊക്കെയാണ് വിഷയങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് മസ്അല പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. ആ മസ്അല പറയുന്ന വിഷയത്തിൽ അപ്പോൾ ഒരു തീർപ്പ് കൊടുക്കണ്ടേ നമുക്ക്? എല്ലാവരും ഇങ്ങനെ അഭിപ്രായം പറഞ്ഞെന്നാൽ മതിയോ? പറ്റൂല. ഒരു തീർപ്പ് വേണം. ആ തീർപ്പ് വരുമ്പോൾ ഒരു വലിയ ഒരു വിഭാഗം പണ്ഡിതന്മാർ അത് പറയുമ്പോൾ ഇന്ന അടിസ്ഥാനത്തിൽ ഇതിലാരും എന്തിൻ്റെ അടിസ്ഥാനപരമായ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പം അങ്ങനത്തെ വിഷയത്തിൽ ഒക്കെ ഒരു അഭിപ്രായ സ്വരൂപീകരണം വരുമ്പോൾ അതിൽ ആലിമീങ്ങളല്ലാത്ത ഈ സയ്യിദന്മാരെ ഉൾപ്പെടുത്തേണ്ടെന്നേ ഉള്ളൂ. മുഷാവറയ്ക്ക് ഇത്തരം ഘട്ടങ്ങളിൽ 4 സയ്യിദന്മാരെ വരെ മുഷാവറ മെമ്പറാക്കാമെന്നാണെന്ന്. പക്ഷെ ഇന്നിപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ, ഇന്നിപ്പോൾ സയ്യിദന്മാരെന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മളെ പ്രസ്ഥാനത്തിൻ്റെ സയ്യിദന്മാർ നോക്കൂ, എല്ലാ ആളുകളും വലിയ പണ്ഡിതന്മാരാണ്. നമുക്കൊന്നും ഇപ്പം അങ്ങനത്തെ പ്രശ്നം വരുന്നില്ലല്ലോ. ഇപ്പം നമ്മുടെ സമസ്തയുടെ വലിയ നേതാവാണ് സയ്യിദ് അലി ബാഫക്കി തങ്ങൾ. അദ്ദേഹത്തെ സയ്യിദ് എന്ന നിലക്ക് മാത്രമല്ല നമ്മൾ സംഘടനയിൽ നേതാവായത്, അദ്ദേഹം വലിയ ആലിമാണ്. പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ഷംസുൽ കീഴിൽ ഓതി ഫൈസി ബിരുദം കിട്ടിയപ്പോഴും ഷംസുൽ ഉലമ പറഞ്ഞിത്രേ, തങ്ങളെ നിങ്ങൾ പെട്ടെന്ന് അങ്ങനെ ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഒരു കൊല്ലം കൂടി നമുക്ക് ചില ഫന്നുകളൊക്കെ ഒന്നാണ് നോക്കി തീർക്കുകയും നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അപ്പം എന്താ ഒന്ന് തങ്ങളുടെ ഒരു ബർക്കത്ത് അത്രയും കിട്ടും. മാത്രമല്ല തങ്ങൾക്ക് കുറേ ഇപ്പോൾ ഒരു മുത്തവ്വൽ ബിരുദത്തിൻ്റെ ഉള്ളിൽ ഓതി കണ്ടെത്താൻ കഴിയാത്ത ചില അപൂർവമായ ചില കിതാബുകളും മൊസ്സലുകളൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാമെന്നാണ്. 3 കൊല്ലം പട്ടിക്കാട് മുത്തവ്വലിന് ശേഷം 1 കൊല്ലം കൂടി പഠിച്ച അത്രയും വലിയ ആലിമാണ് സയ്യിദ് അലി ബാഫക്കി തങ്ങൾ. നമ്മളെ മറ്റൊരു സയ്യിദാണ് സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ. അപ്പോൾ ആ മഹാന്മാരൊക്കെ വലിയ ആലിമീങ്ങളാണ്. അല്ല, നമ്മൾ തങ്ങളീയത്തിൻ്റെ പേരിലല്ല, അതിൻ്റെ പേരിൽ മാത്രമല്ല ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ നയിക്കുന്ന സമസ്തയിൽ തങ്ങന്മാർ വന്നത്. അതേ സമയത്ത് സയ്യിദന്മാരിൽ എന്തുണ്ട്, പിന്നെ കിതാബ് അവസരം കിട്ടാത്തവരുണ്ട്, കുറച്ച് ഓതിയവരുണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, സമസ്ത ജമിയത്തുൽ ഉലമയുടെ ഒരു വിഷയം വന്നപ്പോൾ ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ അവസാനിപ്പിച്ചത് അതിനൊരു സമിതി നിയമിച്ചു. ആ സമിതിയുടെ തീരുമാനം ഇത്തരം ഘട്ടങ്ങളിൽ 4 സയ്യിദന്മാരെ വരെ മെമ്പർമാരാക്കാം, പക്ഷെ വോട്ടവകാശം കൊടുക്കാൻ പാടില്ല. സമസ്ത എന്താ ചെയ്തത്? ടൗൺ ഹാളിൽ മുഷാവറ ജനറൽ ബോഡി ചേർന്നു. ജനറൽ ബോഡിയുടെ അംഗീകാരം കിട്ടി. അങ്ങനെയാണ് ഈ നിയമം കൊണ്ടുവന്നത്. അത് എക്കാലത്ത് ഇത് ബാധകമാണ്. അതിലേക്ക് വിവാദത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇതിൽ ബഹുമാനപ്പെട്ട KK സദഖത്തുള്ള ഉസ്താദിന് എതിരഭിപ്രായം ഉണ്ടായിരുന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതും നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം പറയാം, ഒരു പ്രയാസങ്ങൾ എന്നെ കൊണ്ടുണ്ടാകണ്ട എന്ന നിലക്ക് വലിയ ആലിമായിരുന്ന എനിക്ക് എൻ്റെതായ ഒരു അഭിപ്രായമുണ്ട്. അതിൻ്റെ പേരിൽ മുഷാവറയുടെ ഒഴുക്കിന് അതിൻ്റെ പോക്കിന് ഒരു തടസ്സം വേണ്ട എന്ന നിലക്ക് അദ്ദേഹം ഉത്തരവാദിത്വം ഒഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളൂ. ഏതായാലും ആ സംഭവം നടന്നത് 5/6/67 25/5/67 പകരമായി കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റ് ആകുന്നത്. അതുപോലെ ഇതൊന്നും സമ്മേളനം നടത്തിയല്ല. സമ്മേളനം നടത്തിയ ഒരുപാട് കാര്യം പറഞ്ഞു. ഇപ്പോൾ സമ്മേളനം നടത്താനും സമസ്ത ഒരുപാട് തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഈ പറയുന്നത്. കാരണം 1963 സമ്മേളനം നടന്നിട്ട് പിന്നെ 72 നടക്കുന്നത്. അത്ര നീണ്ട കാലം സമസ്ത നിഷ്ക്രിയമായില്ല, വേണ്ട തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതുപോലെ സമസ്തക്ക് സ്വന്തമായി ചേളാരിയിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് സമസ്തക്ക് വന്ന കത്തിന് 11/1/69 മുഷാവറ അംഗീകാരം നൽകി ആ ബിൽഡിംഗ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 15/5/69 ചേർന്ന യോഗത്തിൽ വെച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ
അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ പണി വളരെ യുദ്ധകാലാടിസ്ഥാനം നടന്നു. അതിൻ്റെ ഉദ്ഘാടനം അതിൻ്റെ ഇടയിൽ കഴിഞ്ഞു. അതിന് സമ്മേളനം നടന്നിട്ടുണ്ട്. 11/6/99 ചേർന്ന മുശാവറ കോഴിക്കോട് മൂതാക്കര പള്ളിയുടെ തെക്ക് വശത്തുള്ള സ്ഥലം സമസ്തയ്ക്ക് വേണ്ടി വിലക്ക് വാങ്ങാൻ ബാഫക്കി തങ്ങളെ അവരുകളെ ചുമതലപ്പെടുത്തി 12,000 ഉറുപ്പികയ്ക്ക് ആ സ്ഥലം വാങ്ങി. ഇതെല്ലാം എന്തുണ്ട്, ഈ 72 നടന്ന തിരുനാവായ നടന്ന സമ്മേളന റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ മർഹൂം വാണിയമ്പലത്തിൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിസ് റോഡിലെ ചക്കാലത്ത് തോപ്പ് വിലക്കെടുത്ത് അതിൽ പ്രസ്സും ഓഫീസുകളും മറ്റും നിർമ്മിക്കുകയും മൂതാക്കര പള്ളിയുടെ അടുത്ത് എടുത്ത 12,000 ഉറുപ്പികയ്ക്ക് വാങ്ങിയ സ്ഥലം വിൽക്കുകയും ചെയ്തു. ഇതൊക്കെ മുശാവറ യോഗം കൊണ്ട് തീരുമാനിച്ച തീരുമാനങ്ങളാണ്. ഇത് എന്തിനാണ് ഞാൻ ഇത് പറയുന്നതെന്ന് വെച്ചാൽ 63 സമസ്തയുടെ ഒരു സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിന് ശേഷം പിന്നെ 72 സമ്മേളനം നടക്കുമ്പോൾ അത്രയും നീണ്ട കാലം ഒന്നും നടത്തിയിട്ടില്ല എന്നല്ല, നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, വലിയ സമ്മേളനം നടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ 27/10/70 ചേർന്ന മുശാവറ, ആ മുശാവറ MESന്റെ വിഷയത്തിൽ വലിയ ചർച്ച നടത്തുകയും ആ ചർച്ചയിൽ തീരുമാനമാവുകയും ചെയ്തിട്ടുണ്ട്. 27/10/70 ചേർന്ന മുശാവറ യോഗത്തിൽ വെച്ച് MES ജേർണൽ പുസ്തകം 2 ലക്കം 5 പരിശുദ്ധ ഖുർആനെ പറ്റി വന്ന ലേഖനത്തെപ്പറ്റിയും മറ്റും സുചിന്തിതമായി ഗാഢമായി ചർച്ച ചെയ്യുകയും ഒരു സുപ്രധാനമായ തീരുമാനം എടുക്കുകയും ചെയ്തു. MESുമായി ബാഫക്കി തങ്ങളാണോ അതിന്റെ ചീഫ് പാട്രൺ ബാഫക്കി തങ്ങളാണ്. ബാഫക്കി തങ്ങളെ കൊണ്ടാണ് MES വളർന്നത്. കാരണം ബാഫക്കി തങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഭൗതിക വിദ്യാഭ്യാസ രംഗത്തും ഈ സമൂഹം ഉയരണം. അപ്പോൾ അതിനൊരു പറ്റിയ എഡ്യൂക്കേറ്റഡായ ആളുകൾ സംഘടിതരായപ്പം ബാഫക്കി തങ്ങൾ അവർ മുന്നിൽ നിന്ന് നയിച്ചു. പക്ഷേ അകത്തപ്പള്ളിയിൽ കുളമുള്ള കാര്യം ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ മാതിരി ഇവർക്ക് സ്കൂൾ പഠിപ്പിക്കൽ മാത്രമായിരുന്നു ലക്ഷ്യം. ദീനിനെ തകർക്കലും കൂടി ലക്ഷ്യമുണ്ടെന്ന് പിന്നീട് മനസ്സിലായി. അത് അവരെ വരകളിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നും മനസ്സിലായി. അതായത് അവർക്കൊരു പത്രം ഉണ്ടായിരുന്നു, മുഖപത്രം ഉണ്ടായിരുന്നു, ജേർണൽ. അതിലെ പുസ്തകം 2 ലക്കം 5 പരിശുദ്ധ ഖുർആനെ പറ്റി വളരെ മോശമായ ലേഖനങ്ങൾ വന്നു. റസൂലുള്ളാഹിനെ പറ്റി തെറ്റായ വിഷയങ്ങൾ അതിൽ ചർച്ച ചെയ്തു. അതൊക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? 27/10/70 മുശാവറ ചേർന്നു. ഇതിനു വേണ്ടി ചേർന്നതൊക്കെ സമ്മേളനത്തിന് മുമ്പാണ്. എന്നിട്ട് അവരൊരു പ്രമേയം പാസാക്കി. എന്താണ് ആ പ്രമേയം? വിശുദ്ധ ഖുർആന്റെ കയ്യെഴുത്ത് രേഖ എന്ന തലവാചകത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനം ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടുകയുണ്ടായി. MESന്റെ ജേർണൽ എന്ന പുസ്തകത്തിൻ്റെ 2 ലക്കം പുസ്തകം 2 5 ലക്കത്തിൽ വന്ന വാക്കുകൾ നിങ്ങൾ നോക്കൂ. സമസ്ത പറയുന്നു, വിശുദ്ധ ഖുർആന്റെ കയ്യെഴുത്ത് രേഖ എന്ന തലവാചകത്തിൽ ജേർണൽ പ്രസിദ്ധീകരിച്ച ലേഖനം ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടുകയുണ്ടായി. അതിൽ ഇപ്രകാരം അവർ പറഞ്ഞിരിക്കുന്നു: ഹദറത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ, അത് അവരിൽ ഉസ്മാൻ ഉണ്ടാവുള്ളൂ ജേർണലിൽ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധ ഖുർആൻ താസ്കന്റിലെ ഉസ്ബക്ക് ചരിത്ര മ്യൂസിയത്തിൽ ഒരു പ്രത്യേക പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഏറ്റവും പുരാതനമായ അറബി ലിഖിത രേഖകളിൽ ഒന്നാണ് ഖുർആൻ. ഇസ്ലാം മത സ്ഥാപകനായ, കണ്ടോ, ഇസ്ലാം മത സ്ഥാപകൻ, നമ്മളെ ഫസൽ ഗഫൂറിന്റെ പാർട്ടിന്റെ ഒരു വിശ്വാസമാണത്. ഇസ്ലാം മത സ്ഥാപകൻ, അള്ളാഹുവിന്റെ ഹബീബ് എങ്ങനെയാ മതത്തിന്റെ സ്ഥാപകൻ? മതത്തിന്റെ നിർമ്മാതാവ് അള്ളയാണ്, അതിന്റെ പ്രബോധകനാണ് മുത്തുനബി, അതിൽ റസൂലാണ്. റസൂലിന് സ്ഥാപകം എന്ന് എവിടെയെങ്കിലും അർത്ഥമുണ്ടോ? അപ്പം ഇവരല്ല, സ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. ഇത്തരം വിദ്യാഭ്യാസം മാത്രം ഉണ്ടായത് കൊണ്ട് ഭൗതിക രംഗത്ത് പോലും നോക്കൂ, വെറും അച്ചടി ബുക്കിൽ പഠിച്ചത് മാത്രം അടച്ചിട്ട റൂമിൽ വെച്ച് പഠിച്ച ആൾക്കാർ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം, ജനങ്ങളുടെ വിഷയങ്ങൾ അറിയുന്നവരെ കൂടി കൂട്ടി ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ദേശീയപാത അടർന്ന് വീണമാരി അങ്ങനെ വീഴും. ഇപ്പൊ കൂരിയാട് നിങ്ങൾ നോക്കുക, കൂരിയാടിന്റെ പോക്കറ്റ് റോഡിന് നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഒരു 25 ആള് നിന്നാൽ പോലും ഉയരെത്താത്ത അത്ര ഉയരം ഇഷ്ടിക പൊറിക്കി വെച്ചേക്കാണ്. എന്തായാലും പറയാ, ഇതില്ലേ നമ്മളെ മുറ്റത്തൊക്കെ പതിക്കണേ ഇന്റർലോക്ക്, അതിങ്ങനെ പതുക്കി വെച്ചിട്ട് അതിനെ മേലെ മണ്ണിട്ട് വണ്ടി ഓട്ടി അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ കമ്പ്യൂട്ടറിൽ നമ്മൾ പ്ലാൻ വരയ്ക്കാൻ എന്ത് സുഖം, എന്ത് രസമുള്ള
ഫോട്ടോയ്ക്കാർ. ഇപ്പോൾ താജ്മഹലിലൊക്കെ ഫോട്ടോ നമ്മൾ കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്തിട്ട് അതേമാതിരി മനോഹരമായി കണ്ടിട്ട് ആ ചൊറുക്ക് ഇപ്പോൾ അവിടെ പോയിട്ടുണ്ടാവില്ല. ഇപ്പം തന്നെ നോക്കൂ, എഞ്ചിനീയർമാരോട് പ്ലാൻ വരയ്ക്കാൻ പറഞ്ഞാൽ അതിൻ്റെ പ്ലാനും സ്കെച്ചും ചോദിച്ചാൽ ഇവർ അതിൻ്റെ ഒരു 3D അതിൻ്റെ ഒരു ഫോട്ടോ എന്ത് രസിക്കാറ്, അതിൻ്റെ കസേരകളും അതിൻ്റെ കാറ് നിർത്തിയതും ഒക്കെ. പക്ഷെ അതായിരിക്കില്ലല്ലോ ഇവിടെ പണി കഴിഞ്ഞാൽ ആ ബിൽഡിങ്. അപ്പോൾ അടച്ചിട്ട റൂമിൽ ലാപ്ടോപ്പിൻ്റെ മുന്നിൽ ചിത്രം വരച്ച് പഠിക്കുന്ന വിദ്യാഭ്യാസം മാത്രം ആയിട്ട് പാടത്ത് കൃഷി ചെയ്യാൻ അറിയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ളതാണ് റോഡ്, പാലം എന്നൊക്കെ പറയുന്നത്. അപ്പം ജനങ്ങൾക്ക് അത് സംബന്ധമായിട്ട് കമ്പ്യൂട്ടറിലെ വിവരമില്ലെങ്കിലും ജനങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയൊരു വിവരമുണ്ട്. ഇവിടുത്തെ മണ്ണിൻ്റെ സ്ഥിതി എങ്ങനെയാണ്, ഈ മണ്ണിനെ കോർത്തിണക്കാൻ വേണ്ടി എന്തൊക്കെ ചേരുവകൾ കൂട്ടണം, ഇവിടെ ഇത്ര ഉയരം കൂടുമ്പോൾ എത്ര അതിന് ബെൽറ്റ് വേണം, ഇതൊക്കെ ഈ നാടന്മാർക്ക് അറിയും. അത് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി അടച്ചിട്ട റൂമിൽ ലാപ്ടോപ്പിൻ്റെ മുന്നിൽ ചളി മാറാതെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കണ്ട് അതേമാതിരി റോഡ് കെട്ടിയാൽ ഇപ്പോൾ ദേശീയപാത പൊളിഞ്ഞാടിമാതിരി പൊളിഞ്ഞോടും. ഇതുപോലെ തന്നെ ഇവർ ഈ MESകാർ ഒരു സ്കൂളിൽ പോയിട്ടുണ്ട്, സ്കൂളിൽ പോയി വിദ്യാഭ്യാസമൊക്കെ ഒരു പഠിച്ചിട്ടുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ അവർക്ക് മതത്തെപ്പറ്റിയോ മതസംസ്കാരത്തെ പറ്റിയോ അറിയില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി MESൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം എഴുതിയത് എന്താണ്? 2-ാം ലക്കം 5-ാമത്തെ ബുക്കിൽ, പുസ്തകം 2 ലക്കം 5 അവരെഴുതിയത് ഇസ്ലാം മത ഇസ്ലാം മത സ്ഥാപകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സെയ്ദ് ബിൻ സാബിത്ത് പ്രവാചകന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ വചനങ്ങളെല്ലാം ശേഖരിച്ച് ഗ്രന്ഥരൂപത്തിലാക്കിയതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നീട് 3-ാം ഖലീഫയായിരുന്ന ഉസ്മാൻ ഒരു പുതിയ ഖുർആൻ തയ്യാറാക്കാൻ, പുതിയ ഖുർആൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അതിൽ വ്യത്യസ്ത നിലയിലാണ് സൂറകൾ ക്രമീകരിക്കപ്പെട്ടത്. ഇതൊന്നുമല്ലല്ലോ സത്യം. അള്ളാഹുവിന്റെ തിരുവചനങ്ങളായ പരിശുദ്ധ ഖുർആൻ വെറും പരസ്യവചനങ്ങളാണെന്ന് വരുത്തി തീർക്കുന്ന MESന്റെ ഇത്തരം പ്രസിദ്ധീകരണങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്നും അർഹിക്കുന്ന വിധത്തിൽ MESനോട് പെരുമാറണമെന്നും ഉത്ബോധിപ്പിക്കുന്നതോടൊപ്പം MESന്റെ ഇത്തരം അനിസ്ലാമിക വിശ്വാസ പ്രചരണങ്ങളിൽ മുസ്ലിം ബഹുജനങ്ങൾ അകപ്പെട്ടു പോകരുതെന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇന്ന് പറഞ്ഞ ബ്രാക്കറ്റിൽ 27/10/70 ചേർന്ന മുഷാവറ മുസ്ലിം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ഈ തീരുമാനത്തെ തുടർന്ന് ബാഫക്കി തങ്ങളുടെ നേതൃത്വത്തിൽ ചേർന്ന മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ MESുമായി ബന്ധം ഏർപ്പെടുത്താൻ മുസ്ലിം ബഹുജനങ്ങളോട് ആവശ്യപ്പെട്ട് ഒരു പ്രസ്താവന ചെയ്തു. അത് ഇതിന് കാരണമായി. അങ്ങനെ ലീഗ് അവരുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു. പക്ഷെ ബാഫക്കി തങ്ങൾ മൗത്തായതോടുകൂടെ ബന്ധം പ്രസ്താവിച്ചു. രാഷ്ട്രീയം അങ്ങനെയാണ്, ആക്ഷേപിക്കണ്ട. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, KM സാജി, ഇവരൊക്കെ ജമാഅത്തെ ഇസ്ലാമിനെ പറ്റി, പണ്ട് ആര്യാടൻ സൗക്കത്ത്, ഇവരൊക്കെ ജമാഅത്തെ ഇസ്ലാമിനെ പറ്റി തീത്തുപ്പുന്ന നിലക്കല്ലേ. അത് പിന്നെ വിഘടനവാദികളാണ്, വർഗീയവാദികളാണ്, അടുപ്പിക്കാൻ പാടില്ല, മണക്കാൻ പാടില്ല, ശ്വസിക്കാൻ പാടില്ല. മാത്രമല്ലല്ലോ ചന്ദ്രികയുടെ ചീഫ് എഡിറ്ററായ സൈദലവി CP സൈദലവി 2 CP സൈദലവി ഉണ്ട്. ഒന്ന് നമ്മളെ CP സൈദലവി ഉണ്ട്, ചെങ്ങര എന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞു പോയത്. അതേസമയത്ത് ചന്ദ്രികയുടെ നമ്മുടെ സുഹൃത്താണ്, നല്ല എഴുത്തുകാരനാണ്, നല്ല വായിക്കാൻ നല്ല ഒഴുക്കുള്ള എഴുത്തുകാരനാണ് CP സൈദലവി സാർ. പിന്നെ ചന്ദ്രികയുടെ ചീഫ് എഡിറ്റർ ആയിരുന്നല്ലോ, മലപ്പുറത്തെ ചന്ദ്രികൻ്റെ കറസ്പോണ്ടർ ആയിരുന്നു. അദ്ദേഹം എഴുതിയില്ലേ എത്രയോ ലക്കങ്ങളാണ് ചന്ദ്രികയിൽ എഴുതിയത്. ഈ നെയ്യ് പൂശിയ പിന്നെ ഇവരുടെ ഒക്കെ കൃത്രിമമുള്ള ജമാഅത്തെ ഇസ്ലാമി. മുനാഫിക്കിൻ്റെ എല്ലാ ലക്ഷണമുണ്ട്, ഉള്ളിലുള്ള എല്ലാം ഒരു പുറത്ത് കാണിക്കുക, പുറത്ത്, അങ്ങനെയാണ് അവരുടെ ശൈലി. അപ്പം അവരുടെ അടിസ്ഥാനം തന്നെ പറഞ്ഞാൽ ഈ ഇന്ത്യ രാജ്യത്ത് ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഭരണം വേണമെന്നാണ്, അല്ലാതെ കഴിയൂല എന്നുള്ളതാണ്. എത്ര അതൊക്കെ അതിരിക്കാൻ പോവല്ല. അതിനൊക്കെ ഇപ്പം എന്താണ്, അതിനൊരു ഇഞ്ച് അവർ പിറകോട്ട് പോയോ? പിറകോട്ട് പോയിട്ടില്ലല്ലോ. പിറകോട്ട് പോകുക എങ്ങനെയാണ്? അവർ പരിചയപ്പെടുത്തിയാണ് മൗദൂദിൻ്റെയും അവരെല്ലാ ശേഖന്മാരെയും ഗ്രന്ഥങ്ങൾ അവരാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. അതിലൊരു വാക്കുപോലും തിരുത്തിയിട്ടില്ല. അതൊക്കെ മതരാഷ്ട്രവാദമാണ് അതിൻ്റെ മുഖ്യ ലക്ഷ്യം. പക്ഷെ ഇപ്പം എന്തില്ലേ വോട്ട് കിട്ടുമ്പോൾ വിഷയമല്ല, ആർക്കും വിഷയമല്ല.
ഇപ്പൊ രാഷ്ട്രീയക്കാരുടെ കാര്യം അതാണ്. ബാബയ്ക്ക് തങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് സമസ്ത തീരുമാനം വന്നപ്പോൾ 27/10/70 സമസ്ത ഈ തീരുമാനം എടുത്തപ്പോൾ തന്നെ അടിയന്തരമായി മുസ്ലിം ലീഗ് വർക്കിംഗ് കമ്മിറ്റിയും കൂടിയല്ല, മുസ്ലിം ലീഗിന്റെ കൗൺസിൽ മീറ്റിംഗ്, ഒറ്റ മെമ്പറും അറിയാതെ പോകരുത് എന്നുള്ളവർക്ക് ആ കൗൺസിൽ യോഗം ചേർന്ന് MES-ഉമായുള്ള ബന്ധം വിച്ഛേദിച്ചില്ലേ. ബാബയ്ക്ക് തങ്ങൾ എല്ലാ പദവികളും രാജിവെച്ചില്ലേ. ബാബയ്ക്ക് തങ്ങൾ മരിച്ചോടുകൂടെ എന്തായി അത് ഒരു കൂട്ടി അണക്കി. അത് നമ്മൾ കക്ഷി ചെയ്യേണ്ട രാഷ്ട്രീയം അങ്ങനെ തന്നെ. ഇപ്പൊ നട്ടുച്ചയാണെങ്കിൽ അവർ നട്ടപ്പാതിരിയാന്ന് പറഞ്ഞാൽ അംഗീകരിച്ചോളാം, നട്ടപ്പാതിരിയാണ്. അല്ല നട്ടപ്പാതിരിക്ക് പോലും നമ്മളെ വിളിച്ചു നിർത്തിയിട്ട് പറയണം അത് അമ്പിളിയമ്മാവനല്ല അത് സൂര്യനാണെന്ന് പറഞ്ഞാൽ അംഗീകരിച്ചോളാം, അല്ലെങ്കിൽ ചീത്ത കേട്ടോളാം. നമ്മൾ അംഗീകരിക്കണമെങ്കിൽ നമ്മൾ മരിക്കാതെ തന്നെ നമ്മളെ മയ്യത്ത് കൃത്രിമമായി അവരെന്നെ ഉണ്ടാക്കി പൊതിഞ്ഞ് ഒരു കുഴിച്ചിടും. അത് രാഷ്ട്രീയമാണ്. അതിനാണ് രാഷ്ട്രീയം എന്ന് പറയാം. അല്ല നമ്മൾ വിചാരിച്ച മനുഷ്യപ്പറ്റിനല്ല നമ്മൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രാജ്യത്ത് ഒരു ഭരണഘടന വ്യവസ്ഥിതിക്കുള്ളിൽ ജീവിക്കുന്ന ഒരു സമൂഹം, ഒരു മനുഷ്യ വിഭാഗം, ആ വിഭാഗത്തിന്റെ എല്ലാ വിഷയങ്ങളിലും എല്ലാ വിഷയങ്ങൾക്കും ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനാണ് രാഷ്ട്രീയം എന്ന് പറയേണ്ടത്. ഇന്ന് അങ്ങനെയല്ല, പച്ചപ്പൊള്ളു പറയണേന് രാഷ്ട്രീയം, അഭിപ്രായങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറുന്നതിന് രാഷ്ട്രീയം. അതാണല്ലോ പണമൊക്കെ എതിരുള്ള രാഷ്ട്രീയ നേതാവ് ലോറിയിൽ പണം കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം. മീൻ വണ്ടിയിൽ പൈസ കൊണ്ടുവന്നു എന്ന് ഒരാളാണ് പറഞ്ഞാൽ വിശ്വസിക്കണം. വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കപ്പെടും. പിറ്റേ ആഴ്ച ആ പറഞ്ഞ തെറ്റാണ്, ഇപ്പം അദ്ദേഹം ഞാൻ ഭയങ്കര രോഗിയാണ്, അപ്പം അതുകൊണ്ട് മീൻ വണ്ടി കൊണ്ടതിനെ പറ്റി തെളിവൊന്നുമില്ല എന്ന് ഇവരെല്ലാം പറയും. ഒരു ഉദാഹരണം പറഞ്ഞ ആരെയും ആക്ഷേപിക്കാനോ കുത്താനൊന്നും പറഞ്ഞല്ല, രാഷ്ട്രീയം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ. അപ്പോൾ ബാബയ്ക്ക് തങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്താണോ പറഞ്ഞത് അത് അംഗീകരിച്ചു. ലീഗിന്റെ കൗൺസിൽ വിളിച്ചു ചേർത്തു, സമസ്തന്റെ ഈ പ്രമേയം അവിടെ വായിച്ചു, നമുക്ക് സമസ്തക്ക് വിധേയമായി ജീവിക്കണം എന്ന് പറഞ്ഞ് MES-ഉമായുള്ള ബന്ധം വിച്ഛേദിച്ചു. ചുരുക്കത്തിൽ ഇതെന്താ ഇതൊക്കെ പറയാൻ കാരണം 1963 ഡിസംബർ 27, 28, 29 തീയതികളിൽ കാസർഗോഡ് 22ാം സമ്മേളനം നടത്തിയ ശേഷം 72 മെയ് 5, 6, 7 തീയതികളിലാണ് പിന്നീട് സമസ്ത ഒരു സ്റ്റേറ്റ് അടിസ്ഥാന സമ്മേളനം നടത്തുന്നത്. ആ സമ്മേളനത്തിനാണ് 23ാം സമ്മേളനം എന്ന് പറയുന്നത്. ആ സമ്മേളനം ഭാരതപ്പുഴ അഥവാ തിരുനാവായ ഭാരതപ്പുഴയെ വെച്ച് നടത്താനാണ് നല്ല ഗ്രൗണ്ടായിരിക്കുമല്ലോ തീരുമാനിച്ചത്. അങ്ങനെ 3 ദിവസത്തെ സമ്മേളനമാണ് 5, 6, 7. ഒന്നാമത്തെ ദിവസം വിദ്യാഭ്യാസ ബോർഡിന്റെ സമ്മേളനം, രണ്ടാമത്തെ ദിവസം SYSന്റെ സമ്മേളനം, മൂന്നാം ദിവസം സമസ്തന്റെ സമ്പൂർണ്ണ സംസ്ഥാന സമ്മേളനം. അങ്ങനെ അതിന് സ്വാഗത സംഘം ചെയർമാനായത് അന്ന് എടക്കുളം ഖാദിയായിരുന്ന MA ഉസ്താദിന്റെ നാട്ടുകാരൻ തൃക്കരിപ്പൂർ സ്വദേശിയായ ബഹുമാനപ്പെട്ട N അബൂബക്കർ മുസ്ലിയാരായിരുന്നു ചെയർമാൻ. വേറെയും ധാരാളം ഭാരവാഹികളുണ്ടായി. ഒരു സെക്രട്ടറി കിളിയമണ്ണൻ മൊയ്തുവാജിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ റിപ്പോർട്ടൊക്കെ പിന്നെ പ്രിന്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 23ാം സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ട് തമിഴ്നാട്ടിലെ ഷെയ്ഖുൽ ഖാദിരിയ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ സൂഫി ഹസ്രത്തും ഉദ്ഘാടനത്തിന് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഖാദിൽക്കോം ബാഫക്കി തങ്ങളെയുമാണ് നിശ്ചയിച്ചിരുന്നത്. അതുപോലെ തന്നെ വാർഷിക സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും വിദ്യാഭ്യാസ ബോർഡിന്റെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് തമിഴ്നാട്ടിലെ ഷെയ്ഖുൽ ഖാദിരിയ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ സൂഫി ഹസ്രത്തും ഉദ്ഘാടന പ്രസംഗം നടത്തിയ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുമായിരുന്നു. 5-ാം തീയതി നടന്ന ഞാൻ നേരത്തെ പറഞ്ഞപ്പം SYSന്റെ സമ്മേളനം രണ്ടാമത്തെ ദിവസമല്ല, ആദ്യത്തെ ദിവസമാണ് SYS സമ്മേളനം, 5-ാം തീയതിയാണ്. ആ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് നൂരിശാ തങ്ങളായിരുന്നു. അന്ന് അദ്ദേഹം സമസ്തയുടെ നിലപാടിൽ നിന്ന് മാറിയിരുന്നില്ല. അന്ന് അദ്ദേഹമാണ് അധ്യക്ഷം വഹിച്ചത്. ഉദ്ഘാടനം ഒന്നാമത്തെ ദിവസം SYSന്റെ സമ്മേളനമാണ് നടന്നത്. അധ്യക്ഷൻ സയ്യിദ് നൂരിശാ തങ്ങളും പിന്നെ ഉദ്ഘാടകൻ കേരള നിയമസഭയുടെ അന്നത്തെ സ്പീക്കർ ബാബഹാജി തിരൂർ ബാബഹാജിയാണ് ഉദ്ഘാടനം ചെയ്തത്. വിദ്യാഭ്യാസ ബോർഡിന്റെ സമ്മേളനമാണ് ബഹുമാനപ്പെട്ട പിന്നെ ബാഫക്കി തങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങളൊക്കെ എടുക്കുകയും അതൊക്കെ പ്രിന്റ് ചെയ്തുകൊണ്ട് തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ സമ്മേളനത്തിൽ ഉണ്ടായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, 1-ാം ദിവസത്തെ സമ്മേളനം കഴിഞ്ഞ ശേഷം 2-ാം സമ്മേളനം ഭാരതപ്പുഴയിൽ നടത്താൻ പറ്റിയില്ല.
കാരണം ഭാരതപ്പുഴയിൽ എപ്പോഴാണ് വെള്ളം വരിക എന്നറിയില്ല. എവിടെയെങ്കിലും അകലങ്ങളിൽ മഴ പെയ്താലും ഭാരതപ്പുഴ നിറയും. ചിലപ്പോൾ നല്ല മഴ ഉണ്ടെങ്കിലും ഭാരതപ്പുഴയിൽ വെള്ളം ഉണ്ടാവില്ല. അപ്പം അത് അതിൻ്റെ തീരങ്ങൾ താമസിക്കുന്നവർക്ക് അറിയാം. അപ്പം നല്ല വേനൽക്കാണ് സമ്മേളനമെങ്കിലും ആദ്യ ദിവസം കുഴപ്പമില്ല, രണ്ടാമത്തെ ദിവസം പകലായപ്പോൾ തന്നെ എന്തായി, വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടപ്പോൾ സ്റ്റേജൊക്കെ ഒഴിവാക്കിയിട്ട് നവാമുകുന്ദ സ്കൂൾ കമ്മിറ്റിയുമായി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അങ്ങനെ അതിൻ്റെ ഗ്രൗണ്ടിലേക്ക് സമ്മേളനം മാറ്റി. അവിടെ വെച്ചാണ് സമ്മേളനം നടന്നത് എന്നും ചരിത്രത്തിൽ വായിക്കാവുന്നതാണ്. അല്പം വൈകിപ്പോയി. അർഹമുറാഹിമായ റബ്ബ് നാം പറഞ്ഞതും കേട്ടതും കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചരിത്രം നമുക്ക് നാളെ മുതൽ തുടരണം. അങ്ങനെ ഇതിൻ്റെ സമ്പൂർണ്ണമായി പറയാൻ നമുക്ക് കഴിയൂലെങ്കിലും ലഭ്യമായ വിവരമനുസരിച്ച് നമ്മുടെ പരിമിതമായ അറിവിൽ ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പറഞ്ഞ് പുണ്യം നേടാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.